എന്താണ് ഡിഫറെൻ്റ് ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ സ്റ്റോറിയുടെ നറേഷനും പിന്നെ ഈ കളർഫുള്ളും ഒക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തത്. വിരഹം ഇത് 20ാമത്തെ റിപ്പീറ്റ് ആണ്. പോരാടാ കാൽപോ. നോ റിപ്പീറ്റ്. ഹായ് ഹലോ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് റിലീസിനൊരുങ്ങുന്ന കൽബ് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് 18ാം പടി എന്ന ചിത്രത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് പിന്നീട് ഒരുപാട് സിനിമയിലൂടെ പ്രിയപ്പെട്ടവനായി മാറിയ താരമാണ് അമ്പി. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു? വിശേഷങ്ങൾ എന്താണ്? കൽബ് റിലീസ് ആകാൻ പോകുന്നു, അതാണ് ഏറ്റവും വലിയ വിശേഷം. എങ്ങനെ എക്സൈറ്റഡ് ആണോ? ഉറപ്പായിട്ടും. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ 18ാം പടി ഒരു വലിയൊരു ബാനറിൻ്റെ കൂടെയാണ് ചെയ്തത്, ഓഗസ്റ്റ് മാസം. അത് കഴിഞ്ഞ് ചെയ്ത സിനിമകളെല്ലാം ചെറിയ ചെറിയ ബാനേഴ്സ് ആണ്. ആ സിനിമകൾക്കൊന്നും വേണ്ടധികം തിയേറ്റേഴ്സോ ഷോസോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ ഒരു 13ാമത്തെ ചിത്രമാണ് കൽബ്. അത് വേൾഡ് വൈഡ് റിലീസാണ്. അപ്പം എൻ്റെ ഒരു സന്തോഷമുണ്ട്. അതല്ലേ, കൽബ് പറയുന്നത് പ്രണയത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ടും. 7 സ്റ്റേജുള്ള ഒരു പ്രണയം. അപ്പോൾ ഒരുപാട് എന്താ പറയുക, പ്രണയ സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളമായാലും എല്ലാം മൊത്തത്തിൽ. അപ്പോൾ അങ്ങനൊരു ഇൻഡസ്ട്രിയിൽ കൽബ് പോലൊരു സിനിമയെ ഡിഫറെൻ്റ് ആക്കിയിരുന്നത് എന്തായിരിക്കും? ഉറപ്പായിട്ടും അത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സുഹൈൽ കോയ, അതുപോലെ തന്നെ സാജിദ് ഖാൻ, ഇവരുടെ രണ്ടുപേരുടെയും റൈറ്റിംഗ് ആണ് എന്നെ ഭയങ്കരമായിട്ട് ബുക്ക് ചെയ്തത്. ഇപ്പോൾ കൽബ് എന്ന് പറയുമ്പോൾ ഈ 7 സ്റ്റേജസ് ആണ് ഞാൻ ഈ സിനിമ ചെയ്യാനായിട്ടുള്ള എന്നെ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം. ഈ വിഷയങ്ങൾ എങ്ങനെയായിരിക്കും അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഈ സാധനത്തെ എങ്ങനെയായിരിക്കും എക്സിക്യൂഷൻ ചെയ്യുക എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ആവേശം ഉണ്ടല്ലോ നമുക്ക്. അത് ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രണയ ചിത്രമാണെങ്കിൽ പോലും എന്താ പറയുക, ഇപ്പോൾ ഒരു പാട്ടുകളൊക്കെ ഇറങ്ങി. എന്താ ആലപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു 5 കിലോമീറ്ററിൻ്റെ അകത്തൊരു 41 പാലവും ബീച്ചും പിന്നെ മലയാള സിനിമയിൽ പലപ്പോഴും കാണിച്ചുള്ള ഹൗസ് ബോട്ടും പിന്നെന്താ പറയുക നെൽപ്പാടങ്ങളും പാട്ടുകളും ഒക്കെയാണ്. പക്ഷേ നമ്മൾ ഇന്നുവരെ കാണാത്തൊരു ആലപ്പുഴ കൽബിലൂടെ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, 18ാം പടിക്ക് ശേഷം ഒരുപാട് സിനിമകൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇത്രയും കാലം ചെയ്ത ക്യാരക്ടറിൽ നിന്ന് കൽബിലെ ക്യാരക്ടറിനെ ഡിഫറെൻ്റ് ആക്കുന്നത് അപ്പം എന്തായിരിക്കും? ഒന്ന് 18ാം പടിക്ക് ശേഷം ഫസ്റ്റ് ഞാൻ കമ്മിറ്റ് ചെയ്ത പടം ഇതാണ്. പക്ഷെ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ, ആക്ടേഴ്സ് മാറി, പിന്നെ പാൻഡമിക് വന്നു. അപ്പം അങ്ങനെയുള്ള കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കുറേ പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നൊരു സന്തോഷമുണ്ട്. ഇപ്പം ചൂരൽ ടീമായാലും കാർത്തിക് ശങ്കർ ആയാലും, പിന്നെ നമ്മൾ മിനി സ്ക്രീനിലും പിന്നെ അതുപോലെ തന്നെ ഫോണിലും ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. അവരൊക്കെ സുഹൃത്തുക്കളായി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എന്താണ് ഡിഫറെൻ്റ് ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ സ്റ്റോറിയുടെ നറേഷനും പിന്നെ ഈ കളർഫുള്ളും ഒക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തത്. പിന്നെ പറഞ്ഞ പോലെ ഈ പടം ഇറങ്ങുമ്പോൾ എന്നെ ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. അല്ലേ, കാരണം എന്ന് വെച്ചാൽ 18ാം പടിക്ക് ശേഷം ഞാൻ ചെയ്തേക്കുന്ന എല്ലാ സിനിമകളിലും എന്നെ മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞാൽ അതേ പാറ്റേൺ പിടിച്ചിട്ടല്ല എൻ്റെ ലുക്കുകളായാലും കാര്യങ്ങളായാലും ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൽബൊരു പ്രതീക്ഷയാണ്. കൽബിലെ ലുക്കാണ് അതിൻ്റെ മെയിനായിട്ട്. എന്തായാലും പ്രേക്ഷകർ നോട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ആ ഒരു ലുക്ക്, ഹെയറും കളർ ചെയ്ത ഹെയറും അതൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു ഒറിജിനൽ ഹെയർ ആയിരുന്നു? ഒറിജിനൽ ഹെയർ ആയിരുന്നു. ഈ മുടിയും ഒരു മേക്കപ്പ് ചെയ്യാൻ മനുഷ്യന്മാരെ കണ്ട പ്രാന്തുള്ള ദ ഹാഫ് ലയൺ ഹാഫ് മാൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഞങ്ങളുടെ അടുത്ത സുഹൃത്തും മേക്കപ്പ് ഡയറക്ടറായ സാമിക്കും സാമിയുടെ ടീമിനുമാണ് അതിൻ്റെ ഒരു എന്താ പറയുക നന്ദി പറയേണ്ടത്. ഇപ്പോൾ സാമിയുടെ കൂടെയുള്ള അഖില്, ഉണ്ണിമോള്, ജിത്തു, ജിലു, സുനില്, ഷിബി, ഇങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ലുക്ക് ഈ 100 ദിവസം കണ്ടിന്യൂറ്റി നോക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം. സാധാരണ ഒരു ലുക്ക് പാടാണ്. അപ്പം ഇതിലുള്ള എല്ലാവരും ഡിഫറെൻറ്റ് ലുക്കാണ്. മനുഷ്യക്കോലമേ അല്ല, മനുഷ്യക്കോലമാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഫ്രീക്ക് പരിപാടിയാണ്. ജങ് പങ് സ്റ്റൈലാണ്. അപ്പം അതൊക്കെയാണ് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അമ്മയുടെ ലൈഫിൽ ഇങ്ങനെ കൽബിനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് എങ്ങനെയാണ്?
എൻ്റെ കൽബിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആർട്ടാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് എന്തും, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക സന്തോഷമായിട്ടിരിക്കുന്നതും എനിക്ക് മടുപ്പ് തോന്നാത്തതും, അല്ലെങ്കിൽ അത് ശരീരം വേർക്കാന്ന് പറയില്ലേ, ശരീരം വേർക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ. അപ്പം ജോലി ചെയ്തു എന്ന് പറയുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പം ആർട്ടാണ് ഫസ്റ്റ്, ഇത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും. ഓക്കെ. അത് പറയുമ്പോഴാണ് പെട്ടെന്ന് സിനിമ മാത്രം ഇതാക്കി പെട്ടെന്ന് സിനിമയിലേക്ക് വന്ന ഒരാളല്ല, നാടകങ്ങളിലൂടെ സിനിമയ്ക്ക് വന്ന ഒരാളാണ് ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു സിനിമയും നാടകവും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? അഭിനയം എല്ലായിടത്തും ഒന്ന് തന്നെ, പക്ഷെ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഏരിയ രണ്ടാണ്. ഇപ്പം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ക്യാമറയുടെ ഡിവോഴ്സിന് മുന്നിൽ പെർഫോം ചെയ്യേണ്ടത്. സ്റ്റേജിൽ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഒന്ന് ഓപ്പൺ തിയേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊസീനിയം ആയിരിക്കാം. സോ നമുക്ക് ഫീഡ്ബാക്ക് അപ്പം തന്നെ കിട്ടുക. സിനിമ എന്ന് പറയുന്നത് വേറെ ഒത്തിരി ഘടകങ്ങൾ ചേർന്നിട്ടാണ് വരുന്നത്. ഇപ്പം മെറ്റീരിയൽസ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സിനിമയ്ക്കകത്ത്. ഷോട്ടുകൾ ഉണ്ടാക്കി അത് പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ പോയി പിന്നെ മിക്സിങ്, നമ്മൾ തന്നെ നമ്മളെ വേറെ രീതിയിൽ കാണുന്ന ഒരു മാജിക്കാണ് ഫിലിം. തിയേറ്റർ എന്ന് പറയുന്നത് ലൈവ് എന്താ പറയുക റെസ്പോൺസാണ്. അപ്പം രണ്ടും എൻ്റെ മീഡിയം അഭിനയം ഒന്നാണെങ്കിലും അഭിനയം എല്ലായിടത്തും ഒരു രീതിയുള്ളൂ, പക്ഷെ മീഡിയത്തിൻ്റെ റേഷ്യോ തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതായിരിക്കും കൂടുതൽ കംഫർട്ട്? രണ്ടും കംഫർട്ടബിളാണ്. രണ്ടിൻ്റെതായ ഡിഫിക്കൽട്ട് ഉണ്ട്. ഇപ്പം ഒരു സിനിമ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിലോ നിങ്ങൾ ഇത്ര ദിവസത്തേക്ക് ചാർട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. തിയേറ്റർ അങ്ങനെയല്ല. തിയേറ്റർ ഒരു പ്രോസസ്സ് ഉണ്ട്. സ്ക്രിപ്റ്റ് റീഡിങ്, അതിൻ്റെ റിഹേഴ്സൽ പ്രോസസ്സ്, പ്ലേ ഡെവലപ്പ് ആകുന്നത്, പിന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഷോ, അതൊക്കെ വരെ ഭയങ്കര വേറൊരു പ്രോസസ്സാണ്. സിനിമയും വേറൊരു പ്രോസസ്സാണ്. എന്നു മുതലാണ് ഈ അഭിനയം അല്ലെങ്കിൽ നാടകം മുഖത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്കൂൾ നാടകങ്ങളിൽ അന്നേ ഇഷ്ടമായിരുന്നു? ഇഷ്ടമായിരുന്നു. ഓക്കെ. നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയിലേക്കൊരു ഡയറക്ഷൻ പ്രതീക്ഷിക്കാം, ഒരു ഡയറക്ടർ ആയിട്ടുള്ള ഒരു എൻട്രി ചെയ്യുമായിരിക്കാം. ഞാൻ കുറച്ചുകൂടെ ഇനി സിനിമയെ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡയറക്ഷൻ അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. ഇപ്പൊ അഭിനയം മാത്രമാണ്? അഭിനയം മാത്രമേ. ഓക്കെ. അപ്പോൾ ഇടുക്കിയാണ് നാട്. അപ്പോൾ ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ കൊച്ചി വരെ എത്തി നിൽക്കുകയാണ്. വലിയൊരു ജേണിയാണ്. അതിനെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത്? കൊച്ചിയിൽ എത്തി നിൽക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ എന്താ ആലോചിക്കുമ്പോൾ എല്ലാം ഉണ്ട്. സന്തോഷമുണ്ട്, അതിൽ ഇമോഷൻസ് ഉണ്ട്, പല അവസ്ഥകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, പാഷൻ നെവർ ഫെയിൽസ്. ഇടുക്കി കട്ടപ്പനക്കാരൻ അമ്പിയും ഇപ്പം ഞങ്ങൾ ഈ കാണുന്ന ഒരു ആക്ടർ അമ്പിയും രണ്ടും തമ്മിൽ ഒരുപോലെയാണോ അതോ ഡിഫറൻസസ് ഉണ്ട്? ഡിഫറൻസ് ഉണ്ട്. ശരിക്കും അമ്പി എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഓക്കെ. പെട്ടെന്ന് സങ്കടം വരും, കരയും. അതിഷ്ടമുള്ളവരുടെ മുന്നിൽ കരയുമ്പോൾ കുറച്ചുകൂടെ മനസ്സ് തുറന്ന് കരയും. ദേഷ്യം വന്നാൽ അതുപോലെ തന്നെ പ്രകടിപ്പിക്കും. എല്ലാം ഓണസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നാണ് എനിക്ക് എന്നെക്കുറിച്ചുള്ള വിലയിരുത്തൽ. പിന്നെ ഇത്തിരി ആത്മാർത്ഥത കൂടുതലാണോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അത് ഇത്തിരി കുറച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. ഇപ്പം സംസാരിക്കുന്ന ഇൻ്റർവ്യൂ എടുക്കുന്നതുകൊണ്ട് സംസാരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഫസ്റ്റ് ലൊക്കേഷനിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു കൽബിലോ? കൽബിൻ്റെ ലൊക്കേഷനിൽ വരുമ്പോൾ ഇല്ലില്ല. അത് ഞാൻ ഇതിൻ്റെ കുറേ പടങ്ങളും ചെയ്തു. പിന്നെ ഒരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് ദിവസം പരിചയപ്പെടുമ്പോൾ ഇവർക്ക് എന്ത് തരത്തിലുള്ള തമാശ പറഞ്ഞാലാണ് ഇഷ്ടം, എന്ത് തരം കാര്യങ്ങൾ പറഞ്ഞാലാണ് ഇഷ്ടം എന്ന് പറയുന്നത്. എല്ലാവരുടെയും തോട്ട് പ്രോസസ്സും ആലോചനകളും ചിന്തകളും എല്ലാം വേറെ വേറെ അല്ലേ. ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് പോലും അയാളുടെ ചിന്തകൾ കൊണ്ടാണല്ലോ. അപ്പം സിനിമയെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ ചിന്ത സിനിമയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു കംഫർട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സാജി ദേഹിയ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? 18-ാം പടി കണ്ടിട്ടാണ് വിളിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഫോണെടുത്ത് ഹലോ എന്നും പറഞ്ഞില്ല. നീ കൊള്ളടാ, നീ പൊളിച്ചു, നീ എൻ്റെ ഒരു അടുത്ത പടം തുടങ്ങുന്നുണ്ട്, നീ ഒന്ന് കാണേ. ഇപ്പം ഈ എക്സൈറ്റ്മെൻറ്റ് കൂടുമ്പോൾ വാക്കുകൾ ഡബിളാവും. അപ്പോൾ അങ്ങനെ പോയി കഥ കേട്ടിട്ടാണ് കൽബിലേക്ക് എന്നെ അന്ന് മുതലൊരു നമുക്കൊരു സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചോദിക്കാൻ പറ്റിയൊരു സൗഹൃദമുണ്ട് അതേപോലെ. ഓക്കെ. കൽബ് തൊട്ട് ഒരാളോട് എന്തെങ്കിലും ഒരു നന്ദി പറയാനുണ്ടെങ്കിൽ അത് ആരോടായിരിക്കും? എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. എല്ലാവരോടും. അല്ല, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ ഇപ്പം കട്ടപ്പന പോലെ ഒരു സ്ഥലത്തുനിന്ന് ഇവിടെ എറണാകുളത്ത് ഇപ്പോൾ ഇവിടെ ഈ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ
അതിൽ എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ സ്ട്രഗിളും മാത്രമല്ല, ഒരു ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എനിക്കിഷ്ടമുള്ള വ്യക്തികൾ, ഇനി ഇതൊക്കെ ഞാൻ ആവാൻ കാരണക്കാരായ കുറേ പേരുണ്ട്. അവരെയൊന്നും ഓർക്കാതെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ആ നന്ദി മറക്കുന്നിടത്ത് ചിലപ്പം ഞാൻ വേറൊരാളായി പോകും. അങ്ങനെ ആവാതിരിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. നന്ദി ഇല്ലെങ്കിൽ ഇല്ല, മനുഷ്യനില്ല. ശരിയാണ്. അപ്പോൾ എല്ലാവർക്കും കൽബ് കൊടുക്കണം. എല്ലാവർക്കും നമ്മൾ കൽബ് കൊടുക്കും. ആവശ്യമുള്ളവരെടുക്കും, ആവശ്യമില്ലാത്തവർ വലിച്ചെറിയും. കുഴപ്പമില്ല, അത് അവരവർ ചെയ്യട്ടെ. നമ്മളായിട്ടിരിക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. നമ്മളെപ്പോൾ പോകുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറയാൻ പറ്റില്ലാത്ത കാര്യമാണ് നാളെ എന്ത് സംഭവിക്കും, ആർക്കെന്ത് സംഭവിക്കും. ഇരിക്കുന്ന ഇത്രയും കാലം ആൾക്കാരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. തിരിച്ച് സ്നേഹിക്കാൻ താല്പര്യമുള്ളവർ സ്നേഹിക്കട്ടെ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ പ്രതീക്ഷിക്കുമായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും സ്നേഹിച്ചുകൊണ്ടേ. എന്തൊക്കെയാണ് അമ്മയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? സിനിമകൾ ഇറങ്ങിക്കഴിയുമ്പോൾ അവസരങ്ങൾ വരുമായിരിക്കാം, വന്നില്ലെങ്കിൽ ചോദിച്ച് കിടക്കുക. വീണ്ടും പോലെ എല്ലാവരുടെ അടുത്തും പോയി ചോദിക്കുക, അവസരങ്ങൾ ചോദിക്കുക, സിനിമ ചെയ്യുക, നാടകം ചെയ്യുക, കൂടുതൽ ആർട്ട് പഠിക്കുക. അതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ. പിന്നെ ചില സ്വപ്നങ്ങളുണ്ടായി, നടക്കട്ടെ. നടന്നു കഴിയുമ്പോൾ അന്ന് പറഞ്ഞ ഇതാണെന്ന് പറയാം. സിനിമ എന്തായാലും സംവിധാനം ചെയ്യും, ഇപ്പോൾ ഒന്നുമില്ല. ആക്ടിങ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഡാൻസ്, പാട്ട്, എല്ലായിടത്തും ഇങ്ങനെ മേഖലയിലൊക്കെ കഴിച്ചിട്ടുണ്ട്. പാട്ടൊക്കെ അത് വേറൊരു ഏരിയയാണ്. നമ്മൾ വെറുതെ പാടുമെന്നൊക്കെ ഉള്ളൂ. അതിനൊന്നും പാട്ടൊന്നും വിളിക്കാൻ പറ്റില്ല. പറച്ചിൽ ബാത്റൂം സിംഗറാണ്. അല്ല, പറച്ചിലായിരുന്ന സിംഗറെന്നൊന്നും പറയാറില്ല. ഓക്കെ. അപ്പോൾ എന്താണ് കൽബിനെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? കൽബ് ഇത് കുറേ പേരുടെ കൽബ് ഒരുപോലെ നിന്ന് പണിയെടുത്ത സിനിമയാണ്. സാദിഖയുടെ സ്വപ്നമാണ്. പിന്നെ ഫ്രൈഡേ പോലൊരു മൂവി കുറേ പുതുമുഖങ്ങളെ വെച്ചിട്ട് അങ്കമാലി ഡയറീസിന് ശേഷം അവരുടെ 20ാമത്തെ ചിത്രം ഇത്രയും ന്യൂ കമേഴ്സിന് വെച്ച് ചെയ്യുന്നൊരു സിനിമയാണ്. ഭയങ്കര പ്രതീക്ഷയുണ്ട്. കാണാൻ വരുന്ന പ്രേക്ഷകർക്കും അവരുടെ കൽബ് നമുക്ക് തരാനും നമ്മുടെ കൽബ് അവർക്കും കൊണ്ടുപോകാൻ പറ്റട്ടെ. സിദ്ദിഖൊക്കെ പറഞ്ഞ പോലെ ചിത്രം കണ്ടിറങ്ങുമ്പോൾ ഒന്ന് കണ്ണ് നിറയാതെ ഇറങ്ങാൻ പറ്റില്ല. അപ്പം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. പ്രണയവും ആക്ഷനും ഡ്രാമയും ഇമോഷൻസും എല്ലാം ഉണ്ട്. അപ്പം എല്ലാവരും പോയി സിനിമ കാണുക, കണ്ടിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എല്ലാവരും കൽബ് തിയേറ്ററിൽ തന്നെ പോയി കാണുക. അടിപൊളിയാവട്ടെ സിനിമ മാത്രമല്ല, അമ്മയുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതവും എല്ലാം ക്യാരക്ടർ പറഞ്ഞ പോലെ എല്ലാവരും നോട്ട് ചെയ്യുന്ന നല്ലൊരു ക്യാരക്ടർ ആവട്ടെ. എല്ലാവരും ഏറ്റെടുക്കട്ടെ. കൽബ് സിനിമയായാലും അമ്മയുടെ ക്യാരക്ടർ ആയാലും എല്ലാം എല്ലാവരുടെയും മനസ്സിലെത്തട്ടെ. താങ്ക് യു.